ഇത് നമ്മളെ കണ്ണൂർക്കാരുടെ പുതിയാപ്പിള സ്പെഷ്യൽ ആട്ടോ. പക്ഷെ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് പുതിയാപ്പിളക്ക് വേണ്ടിയിട്ടല്ല, നമുക്ക് വേണ്ടിയിട്ടാട്ടോ. അതിന് വേണ്ടി ആദ്യം തന്നെ ഞാൻ ഗീ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 പഴം ഇതേപോലെ കട്ട് ചെയ്ത് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് കുറച്ചും കൂടി റിച്ച് ലുക്ക് വേണമെങ്കിൽ കുറച്ച് നട്ട്സൊക്കെ റോസ്റ്റ് ചെയ്ത് മാറ്റി വെക്കാം കേട്ടോ. പക്ഷെ ഞാൻ നട്ട്സ് ഇട്ട് കൊടുക്കുന്നില്ല, ഞാനല്ല, ഇവിടെ അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പറക്കിച്ചാടും. അതുകൊണ്ട് ഞാനത് ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. ഇനി ഇത് ഗോൾഡൻ കളർ ആവുന്നത് വരെ പഴം നമുക്കൊന്ന് ഇതേപോലെ വാട്ടിയെടുക്കുക. ഇതിലേക്ക് ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നില്ലൂ, ഏകദേശം 1.5 ടീസ്പൂൺ നിറച്ച് ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. പഞ്ചസാര ഒക്കെ മെൽറ്റായി ഒരു ഗോൾഡൻ കളർ പഴവും കൂടി ആയി വന്നാൽ നമുക്കിതിലേക്ക് 2 മുട്ട ഇട്ട് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് മുട്ട തന്നെ വേറൊരു ബൗളിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് അങ്ങനെ ആക്കാം. പക്ഷെ ഞാനിവിടെ പഞ്ചസാര ഇടാത്തത് കൊണ്ട് തന്നെ മുട്ട ഇങ്ങനെയാട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഓരോ മുട്ടയിട്ട് അത് ചിക്കി എടുക്കുക കേട്ടോ ഞാൻ ചെയ്യുന്നത്. ഇനിയില്ലേ, ബ്രേക്ക്ഫാസ്റ്റിന് ഒന്നുമില്ലെങ്കിൽ ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ തന്നെ വയറ് ഫുള്ളാവും കേട്ടോ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, സംഭവം ഈസിയാണ്. അതേപോലെ ടേസ്റ്റിനോ ഒരു രക്ഷയില്ല, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും കേട്ടോ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പം പിന്നെ ഇതാ നമ്മളെ പഴം വാട്ടിയത് റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് മുട്ട ഇഷ്ടമല്ലെങ്കിൽ ഇതിൽ തേങ്ങ ഇട്ടും ആക്കാം കേട്ടോ. പക്ഷെ നമ്മളിവിടെ കൂടുതലായിട്ട് ഇങ്ങനെ ഉണ്ടാക്കാറ്.